ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കാശ്മീര ശൈവം എന്നറിയപ്പെടുന്ന ശിവാദ്വൈത ദർശനത്തിൻ്റെ താത്വികമായ ആശയങ്ങൾ വളരെ ചെറിയ തോതിലും അതുപോലെ തന്നെ സ്വച്ഛന്ദ തന്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ചില സൂക്ഷ്മ അംശങ്ങളും നമ്മൾ കഴിഞ്ഞ ഒന്നാം ഭാഗത്തിൽ മനസ്സിലാക്കി. ഇനി ശ്രീ സ്വച്ഛന്ദ ഭൈരവമൂർത്തിയുടെ സ്വരൂപവും അതിൽ അന്തർഗതമായിരിക്കുന്ന സൂക്ഷ്മവും മർമ്മപ്രധാനവുമായിട്ടുള്ള സാരാർത്ഥവും നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കാം. ഇതാണ് ആ സ്വരൂപം വർണ്ണിക്കുന്ന സ്വച്ഛന്ദ തന്ത്രത്തിലെ ദ്വിതീയ പടലത്തിലുള്ള 6 ശ്ലോകങ്ങൾ. അത് ആദ്യമൊന്ന് വായിക്കാം. ത്രിപഞ്ചനയനം ദേവം ജടാമുകുടമണ്ഡിതം ചന്ദ്രകോടി പ്രതീകാശം ചന്ദ്രാർദ്ധകൃതശേഖരം പഞ്ചവക്ത്രം വിശാലാക്ഷം സർപ്പഗോനാസമണ്ഡിതം വൃശ്ചികൈരഗ്നിവർണാഭൈർഹാരേണ തു വിരാജിതം കപാലമാലാഭരണം ഖഡ്ഗഖേടകധാരിണം പാശാങ്കുശധരം ദേവം ശരഹസ്തം പിനാകിനം വരദാഭയഹസ്തം ച മുണ്ഡഖട്വാംഗധാരിണം വീണാഡമരുഹസ്തം ച ഘണ്ടാഹസ്തം ത്രിശൂലിനം വജ്രദണ്ഡകൃതാടോപം പരശ്വായുധഹസ്തകം മുദ്ഗരേണ വിചിത്രേണ വർത്തുലേന വിരാജിതം സിംഹചർമ്മപരീധാനം ഗജചർമ്മോത്തരീയകം അഷ്ടാദശഭുജം ദേവം നീലകണ്ഠം സുതേജസം. ഓരോ ഭാഗത്തിൻ്റെതായ വിവക്ഷിതാർത്ഥം ഉദ്യോത വിവരണത്തിൽ ശ്രീ ക്ഷേമരാജാചാര്യർ വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒട്ടനവധി വിശദാംശങ്ങളുള്ള ഒരു സ്വരൂപധ്യാനത്തിന് ഇത്ര വിസ്തരിച്ച് ഒരു അംശം കൂടിയും വിട്ടുപോകാതെ ഓരോന്നിൻ്റെയും മർമ്മപ്രധാനമായ സൂക്ഷ്മതത്വം സ്പഷ്ടമാക്കിയിട്ടുള്ള മറ്റൊരു വിവരണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓരോ ഭാഗത്തിൻ്റെയും ഈ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കുമ്പോൾ സ്വച്ഛന്ദ ഭൈരവ സ്വരൂപത്തിൻ്റെ അഖണ്ഡതയുടെ ബോധം ചിത്തത്തിൽ സ്ഫുടമായി ഉറച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നും ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. 5 മുഖങ്ങളാണ് സ്വച്ഛന്ദ ഭൈരവന്. ഓരോ മുഖത്തിലും 3 കണ്ണുകൾ വീതം, ആകെ ത്രിപഞ്ചനയനം 15 കണ്ണുകളാണ്. തഥാഹി തിസൃഭിഹി പരാതിശക്തിഭിഹി സ്ഥൂല സൂക്ഷ്മ പരഭേദാൻ പഞ്ചാനാം നയനം ഏന ത്രിപഞ്ചനയനം. ഓരോ മുഖത്തിലുള്ള 3 കണ്ണുകളും പരാ, പരാപര, അപര സ്വരൂപത്തോടു കൂടിയുള്ള പരസൂക്ഷ്മ സ്ഥൂലാത്മക ദൃഷ്ടിയോട് കൂടിയവയുമാണ്. അതാണ് 15 കണ്ണുകളുടെയും സവിശേഷത. ത്രിപഞ്ചനയനം ദേവം. പിന്നെ ജടാമുകുടമണ്ഡിതം, ജടാമുടിയും അതിൻ്റെ മുകളിൽ മുകുടം, ചെറിയ ഒരു കിരീടവുമുണ്ട്. ജടാഭിർ ഊർധ്വപദ അവസ്ഥിതാഭിർ വാമേശ്വര്യാദിശക്തിഭിഹി മുകുടേന ച സ്വാതന്ത്ര്യാസ്ഫാരേണ മണ്ഡിതം. ശിരസിൻ്റെ ഊർധ്വഭാഗത്തിൽ ഉല്ലസിതമായിരിക്കുന്ന ഭൈരവന്റെ ജടാമുടി വാമ മുതലായ ശക്തി സമൂഹങ്ങളാൽ വിശ്വമാകെ വ്യാപിച്ചിരിക്കുന്ന ഐശ്വര്യത്തെയാണ് കുറിക്കുന്നത്. ഈ ശക്തികളിൽ കൂടി സ്ഫുരിക്കുന്ന ഭഗവാന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വികാസത്തെയാണ് ജ്വലിക്കുന്ന രത്നഖചിതമായ മുകുടം കുറിക്കുന്നത്. പിന്നെ ചന്ദ്രകോടി പ്രതീകാശം ചന്ദ്രാർദ്ധകൃതശേഖരം. ചന്ദ്രൻ സോമതത്വത്തിൻ്റെ പ്രതീകമാണ്. ആ ശീതപ്രകാശത്തിലെ കുളിർമയും ജ്യോത്സ്നയുടെ വെണ്മയും കുറിക്കുന്നത് ഭഗവാന്റെ സൗമ്യഭാവത്തെയാണ്. അദ്വൈതത്വാത് ഭൈരവം സൗമ്യം ചിന്തയേത് എന്ന് ആചാര്യൻ ഇവിടെ ശ്രീ ലക്ഷ്മി കൗളാർണവത്തിൽ നിന്നും ഉദ്ധരിച്ച ശ്ലോകം ഇതിൻ്റെ മുമ്പിലത്തെ ഭാഗത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് അദ്വൈതമായ മൂലഭാവത്തോടു കൂടിയ ഭൈരവ സ്വരൂപം സത്വഗുണപ്രധാനമായ സൗമ്യഭാവത്തിലാണ് ധ്യാനിക്കേണ്ടത് എന്ന് അർത്ഥം. പിന്നെ ചന്ദ്രകോടി പ്രതീകാശം, ആ സൗമ്യ ശോഭ അത്യധികം വർദ്ധിച്ചതുമാണ്. ചന്ദ്രാർദ്ധകൃത ശേഖരം, വിശ്വവ്യാപനത്തെ കുറിക്കുന്ന ജടയിൽ ധരിച്ചിരിക്കുന്ന ചന്ദ്രക്കല
അമൃതകലയാണ്. ശൈവ സദ്ഭാവത്തിൽ നിന്നും ഉണ്ടാകുന്ന ജീവന്റെ അമൃതത്വത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. അതായത് ഭഗവാന്റെ അമൃതകലയിൽ നിന്നും കിനിയുന്ന ആനന്ദാമൃതമാണ് വിശ്വമാകെ വ്യാപിച്ച് ജീവജാലങ്ങളെ ഉജ്ജീവിപ്പിക്കുന്നത് എന്ന അർത്ഥം. ഇതുകൂടാതെ സാധകൻ സോമമണ്ഡലമാകുന്ന ദ്വാദശാന്തത്തിലെ ഉന്മനീ സ്ഥാനത്തിൽ വിശേഷമായി നിർവഹിക്കേണ്ട ഒരു രഹസ്യ സാധനയെയും കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ നാദയോഗ സാധനയെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. പിന്നെ പഞ്ചവക്ത്രം, 5 മുഖങ്ങളാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. ചിദ്, ആനന്ദം, ഇച്ഛ, ജ്ഞാനം, ക്രിയ, ഈ 5ഉം ജഗത്തിൽ പോഷിപ്പിക്കുന്നവയാണ് ഈ 5 മുഖങ്ങളും. പഞ്ചവക്ത്രം ഇതി ചിദാനന്ദ ഇച്ഛാജ്ഞാന ക്രിയാഖ്യാനി പഞ്ചപരസ്വരൂപ അഭിവ്യഞ്ജകാനി സംസാര ത്രാണരൂപാണി വക്ത്രാണി. അതായത് ചിദ്, ആനന്ദം, ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ 5ഉം ഭഗവാന്റെ പരസ്വരൂപത്തിൻ്റെ സൂചനകളും സംസാരത്തിൽ നിന്നും രക്ഷിക്കുന്നവയുമാണ്. സംരക്ഷണമാണ് ഭഗവാന്റെ വക്ത്രധർമ്മം. മുഖവും മുഖത്തിലെ കണ്ണുകളുടെ വീക്ഷണവും സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു എന്ന ഭാവനയോടുകൂടി വേണം ഭക്തൻ ഈ ധ്യാനം ചെയ്യാൻ. ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നിവയാണ് ഭഗവാന്റെ മുഖങ്ങൾ. ഈ 5 മുഖങ്ങളിൽ ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സദ്യോജാതം എന്നീ 5 മുഖങ്ങളിൽ പ്രതിമുഖത്തിനും പ്രത്യേകം കലകൾ, അതായത് വിശേഷ ലക്ഷണങ്ങൾ ദ്യോതിപ്പിക്കുന്ന ശക്തി രൂപങ്ങളുണ്ട്. അതെന്തെല്ലാമാണ് എന്ന് നോക്കാം. പഞ്ചകൃത്യങ്ങളിൽ അനുഗ്രഹമാണ് ഈശാന മുഖത്തിൻ്റെ കർത്തവ്യം. താര, സുതാര, തരണി, താരയന്തി, സുതാരിണി എന്നീ 5 കലകൾ അനുഗ്രഹരൂപത്തിൽ ജീവന്മാരെ സംസാരത്തിൽ നിന്നും തരണം ചെയ്യുന്ന ത്രാണശക്തി കലകൾ ആണ് ഊർധ്വമുഖമായിട്ടുള്ള ഈശാനമുഖത്തിന്. നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്ത എന്നീ കലകളാണ് കിഴക്ക് നോക്കിയുള്ള തത്പുരുഷ മുഖത്തിന്. തത്പുരുഷമുഖം പഞ്ചകൃത്യങ്ങളിൽ തിരോധാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. തെക്കോട്ട് അഭിമുഖമായുള്ള അഘോരമുഖം സംഹാരസ്ഥാനമാണ്. ഈ അഘോരമുഖത്തിന് തമ, മോഹ, ക്ഷുധ, നിദ്ര, മൃത്യു, മായ, ഭയ, ജര എന്നീ പേരുകളുള്ള തമോവൃതങ്ങളും അശുഭദർശികളുമായ 8 കലകളാണ്. വടക്ക് നോക്കിയ മുഖമാണ് വാമദേവം. ഇത് സൃഷ്ടികർമ്മത്തെയാണ് കുറിക്കുന്നത്. 13 കലകളാണ്. രജ, രക്ഷ, രതി, കാമ്യ, തൃഷ്ണ, മതി, ക്രിയ, ഋദ്ധി, മായ, രാത്രി, ഭ്രാമണി, മോഹനി, മനോന്മനി എന്ന പേരുകളാണ് ഈ സൃഷ്ടികർമ്മം നടക്കുന്നതിന് വേണ്ട രജോഗുണപ്രധാനങ്ങളായ 13 കലകൾക്ക്. പടിഞ്ഞാറ് ദിക്ക് നോക്കിയുള്ള മുഖമാണ് സ്ഥിതി കർമ്മത്തെ കുറിക്കുന്ന സദ്യോജാതം. സിദ്ധി, ഋദ്ധി, ദ്യുതി, ലക്ഷ്മി, മേധ, കാന്തി, സുധ, സ്ഥിതി എന്നീ സത്വഗുണപ്രധാനങ്ങളായ 8 കലകളാണ് സദ്യോജാതമുഖത്തിന്. ഊർധ്വവക്ത്രം മഹേശാനി സ്ഫടികാഭം വിചിന്തയേത് ആപീതം പൂർവവക്ത്രം തു നീലോത്പലദലപ്രഭം ദക്ഷിണം തു വിജാനീയാത് വാമം ചൈവ വിചിന്തയേത് ദാഡിമീ കുസുമപ്രഖ്യം കുങ്കുമോദക സന്നിഭം ചന്ദ്രാർബുദ പ്രതീകാശം പശ്ചിമം തു വിചിന്തയേത്. ഊർധ്വമുഖമായ ഈശാനം സ്ഫടികവർണ്ണത്തിലും കിഴക്ക് നോക്കിയുള്ള തത്പുരുഷമുഖത്തിന് പീതവർണ്ണവും തെക്ക് നോക്കിയുള്ള അഘോരമുഖത്തിന് നീലനിറവും പടിഞ്ഞാറ് നോക്കിയുള്ള സദ്യോജാതമുഖത്തിന് ധവള നിറവും വടക്ക് നോക്കിയുള്ള വാമദേവമുഖത്തിന് ചുവന്ന നിറവും പറഞ്ഞിട്ടുണ്ട്. ഈ വർണ്ണങ്ങളോടുകൂടിയുള്ള 5 മുഖങ്ങളെയുമാണ് ധ്യാനം ചെയ്യുമ്പോൾ ഭാവിക്കേണ്ടത്. അടുത്തത് കണ്ണുകളെ ധ്യാനിക്കുകയാണ്. വിശാലാക്ഷം. ഭഗവാന്റെ 15 കണ്ണുകളും വിശാലമായിട്ടുള്ളവയാണ്. ഈ വിശാല നയനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏത് വിധത്തിലായിരിക്കണം സാധകന്റെ ദൃഷ്ടി എന്നതിനേയും കൂടിയാണ്.
അന്തർലക്ഷ്യോ ബഹിർദൃഷ്ടി നിമിഷോന്മേഷവർജിത. ഭഗവാന്റെ ആന്തരിക രൂപത്തിൽ, അതായത് രഹസ്യാർത്ഥ സൂക്ഷ്മ തത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാവണം സാധകൻ കണ്ണു ചിമ്മാതെ ഭഗവാന്റെ ബാഹ്യസ്വരൂപം ദർശിക്കേണ്ടത് എന്ന് സാരം. ഇവിടെ ശിവാദ്വൈതത്തിലെ ഒരു അതിവിശേഷമായ സാങ്കേതിക പ്രയോഗം മനസ്സിലാക്കാനുണ്ട്. ആശ്യാനഭാവം. എന്താണത്? ആശ്യാനം എന്ന് വെച്ചാൽ കട്ട പിടിക്കുക, ഈർപ്പം വലിഞ്ഞ് കൂടുതൽ ദൃഢമാവുക എന്നൊക്കെ അർത്ഥം. ഘനീഭൂതമാവുക. വായുരൂപത്തിലുള്ള ആവി ദ്രവ്യരൂപത്തിൽ ഘനീഭവിച്ച് ജലമാകുന്നു. വീണ്ടും ഘനീഭവിക്കുമ്പോൾ മഞ്ഞുകട്ടയുടെ രൂപത്തിൽ കൂടുതൽ സാന്ദ്രമാകുന്നു. അതുപോലെ തന്നെ ശ്രീ പരമേശ്വരൻ പാരമാർത്ഥിക സത്യം എന്ന് പറയുന്ന നിഷ്പ്രപഞ്ച തലത്തിൽ, അനുഭവാതീതമായ അത്യുത്കൃഷ്ട തലത്തിൽ സൂക്ഷ്മാത് സൂക്ഷ്മ സ്വരൂപത്തിലാണ്. ശുദ്ധവിദ്യാഭൂമിയിൽ സ്ഥൂലരൂപം കൈക്കൊള്ളുന്നു. മായാഭൂമിയിൽ ഇനിയും കൂടുതൽ ഘനീഭവിച്ച് പഞ്ചഭൂതാത്മക ജഗത് രൂപം കൈവരിക്കുന്നു. എന്താണ് ശുദ്ധവിദ്യാഭൂമി, മായാഭൂമി എന്നൊക്കെ പറയുന്നത്? 36 സൃഷ്ടി തത്വങ്ങളെയാണ് ആഗമങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 5 ശിവ, ശക്തി, സദാശിവ, ഈശ്വര, ശുദ്ധവിദ്യ വരെ ഉള്ളതിനെ ശുദ്ധ അധ്വ അഥവാ ശുദ്ധവിദ്യാഭൂമിക എന്ന് പറയുന്നു. ശുദ്ധവിദ്യ കഴിഞ്ഞാൽ പിന്നെ അടുത്ത തത്വം മായാതത്വമാണ്. മായയുടെ വരവോടെ പിന്നെ അശുദ്ധി സംഭവിക്കുകയാണ്. മായാതത്വം മുതൽ ഏറ്റവും ഒടുവിലത്തെ 36ാമത്തെ തത്വമായ ഭൂമി വരെ അശുദ്ധ അധ്വ അല്ലെങ്കിൽ മായാഭൂമിക എന്ന് അറിയപ്പെടുന്നു. പാരമാർത്ഥിക തലത്തിൽ നിർഗുണ നിർവികൽപ്പ നിരാകാര കേവല തത്വം മാത്രമായിരിക്കുന്ന ആ അനുത്തര ശിവം സൃഷ്ടി തുടങ്ങുമ്പോൾ ശുദ്ധ അധ്വാവിൽ സച്ചിദാനന്ദ പരിപൂർണമായ ശിവതത്വമായി, ആദ്യത്തെ തത്വമായ ശിവതത്വമായി ഭൈരവസ്വരൂപം സ്വീകരിക്കുന്നു. അശുദ്ധ അധ്വാവിൽ, അതായത് സൃഷ്ടിയുടെ ഒടുവിൽ, പഞ്ചഭൂതാത്മക പ്രപഞ്ചമായും അതിലുള്ള ജീവജാലങ്ങളായും സ്ഥൂലരൂപം കൈക്കൊള്ളുന്നു. ഓരോ തത്വങ്ങളുടെ സൃഷ്ടിയും പുരോഗമിക്കുമ്പോൾ സാക്ഷാത് ശ്രീ പരമേശ്വരൻ തന്നെയാണ് അതാത് തത്വങ്ങളായി സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കായി ആശ്യാനഭാവത്തിൽ ഘനീഭവിക്കുന്നത്. ആശ്യാനം ചിദ്രഹസ്യ ഔഘം സാകാരത്വമുപാഗതം ജഗത് രൂപതയാ വന്ദേ പ്രത്യക്ഷം ഭൈരവം വപുഃ. ചിദ്രസഘനമായിരിക്കുന്ന ആ ഭഗവാൻ സാകാരത്വം സ്വീകരിച്ച് ജഗത് രൂപത്തിൽ പ്രതിഭാസിക്കുന്നു. അതുതന്നെയാണ് പ്രത്യക്ഷമായി കാണപ്പെടുന്ന ശ്രീ ഭൈരവന്റെ ശരീരം. ഈ പ്രപഞ്ചം തന്നെ ഭൈരവ ശരീരം. അതുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം യഥാർത്ഥത്തിൽ ശുദ്ധ സംവിത് സ്വരൂപ പരമേശ്വരനാണ്. തൻ്റെ ലീല കൊണ്ടും സ്വാതന്ത്ര്യം കൊണ്ടും സ്വയം ആശ്യാനഭാവത്തിൽ എന്ന് വെച്ചാൽ സ്ഥൂലതമ ദശയിൽ പ്രതിഫലിക്കുന്നു എന്ന അറിവ് ഉണ്ടായിരിക്കണം ഈ സ്ഥൂലരൂപ ധ്യാനത്തിൽ. പിന്നെ സർപ്പഗോനാസമണ്ഡിതം വൃശ്ചികൈരഗ്നിവർണാഭൈർ ഹാരേണ തു വിരാജിതം. സർപ്പം, പിന്നെ ഗോനാസം. ഗോനാസം എന്ന് വെച്ചാൽ പാതാളത്തിലുള്ള അത്യുഗ്ര വിഷനാഗം എന്നർത്ഥം. വൃശ്ചികം എന്ന് വെച്ചാൽ തേള്. ഈ 3 തരത്തിലുള്ള ഹാരങ്ങളാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. മായാമലം, കർമ്മമലം, ആണവമലം എന്നീ ത്രിമലങ്ങളാണ് ഇങ്ങനെ വിചിത്രഹാരങ്ങളുടെ രൂപത്തിൽ ശ്രീ ഭൈരവന്റെ കഴുത്തിൽ ശോഭിക്കുന്നത്. ഈ 3 ജന്തുക്കളിലുമുള്ളത് വിഷമാണ്. വിഷത്തിന്റെ പ്രകൃതം തന്നെയാണ് സംസാര ദുരിതങ്ങൾക്ക് കാരണമായുള്ള മലം. ചുറ്റിപ്പിണയുന്ന സർപ്പം പോലെയാണ് മായിക മലമെങ്കിൽ അതിനേക്കാൾ കൊടിയ വിഷമുള്ള പാതാളനാഗം പോലെയാണ് കാർമിക മലം. ഞാൻ എന്ന ബോധത്തോടെ വേറിട്ട ജീവനുകളായി മാറിയ ആണവമലം ആകൃതിയിൽ ചെറിയ കീടമാണെങ്കിലും വേദനാജനകമായ വിഷമുള്ള തേളിനെ പോലെയാണ്. ഞാൻ എന്ന ആ വ്യക്തിത്വം തന്നെയാണ്
പീഡാവഹമായ ആ വിഷം. ഈ മലങ്ങളെ ജീവികളുമായി ബന്ധിപ്പിച്ചും വിയോജിപ്പിച്ചും ക്രീഡിക്കുന്നതിനെയാണ് ഈശ്വരന്റെ വക്ഷസ്സിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഈ ഹാരങ്ങൾ സൂചിപ്പിക്കുന്നത്. ബഹിഷ്കൃതമായീയ കാർമ്മ ആണവാക്യ പാശത്രയ സംയോജന വിയോജന ക്രീഡാപരത്വം ഉക്തം. അടുത്തത് കപാലമാലാഭരണം. സംസാരത്തിന്റെ പ്രതീകമാണ് തലയോടുകൾ കോർത്ത മാല. അശേഷ വിശ്വം കപാലമാലാത്മനാവയ പ്രപഞ്ചരൂപം ആഭരണം. അതായത് സകല ജീവപ്രപഞ്ചങ്ങളും ബ്രഹ്മാണ്ടങ്ങളും യഥാർത്ഥത്തിൽ കപാലം പോലെ പരമാർത്ഥമല്ലാത്തവയും അവ കേവലം ഭഗവാന്റെ വക്ഷസ്സിലാടുന്ന കപാലങ്ങൾ കോർത്ത മാല പോലെയുമാണ് എന്ന് സാരം. ഭഗവാന്റെ ആഭരണങ്ങളുടെ വിവരണത്തിന് ശേഷം ഇനി 18 കൈകളിലുള്ള ആയുധങ്ങളെ വിവരിക്കാൻ തുടങ്ങുകയാണ്. അതിനു മുൻപായി ശ്രീ ക്ഷേമരാജാചാര്യർ 18 കൈകൾക്കുള്ള തത്വം വിവരിക്കുകയാണ്. ചിദാനന്ദഘനസ്യ ഭഗവതസ്തിസ്ര ഇച്ഛാജ്ഞാനക്രിയാഃ കരണരൂപാഃ ഐകൈകസ്യാശ്ച ശക്തേസ്ത്രൈരൂപ്യാൻ നവത്വം തത്രാപി പരാപരഭേദേന ദ്വൈവിധ്യതഷ്ടദശഭുജത്വം. അതായത് ചിദാനന്ദഘനസ്വരൂപനായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ 3 ശക്തികൾ, അതായത് പ്രപഞ്ചത്തിന്റെ ഉത്പത്തി, സ്ഥിതി, സംഹാരം എന്നീ ക്രിയകൾക്ക് ഉള്ള ഭഗവാന്റെ സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള 3 പ്രധാന ശക്തികളായ ഇച്ഛ എന്ന് വെച്ചാൽ ഭഗവാന്റെ താത്പര്യം, ജ്ഞാനം അത് ആസൂത്രണം ചെയ്യുന്ന അറിവ്, പിന്നെ ക്രിയ അത് നടപ്പിലാക്കൽ, ഈ 3 ശക്തികൾ അവയവങ്ങളുടെ രൂപം സ്വീകരിച്ചിരിക്കുന്നു. ഈ 3ഉം സ്ഥൂലം, സൂക്ഷ്മം, പരം എന്നീ 3 വിധത്തിലാകുമ്പോൾ ആകെ 3 9 ഇത് പര അപര എന്നീ 2 തലത്തിൽ വേറിടുമ്പോൾ ഓരോ വശത്തും 9 വീതം ആകെ 18 എന്ന അർത്ഥം. ഈ 18 കൈകളിലായിട്ട് ആകെ 12 ആയുധങ്ങളും 3 വാദ്യോപകരണങ്ങളും തലയോടാകുന്ന ഒരു പ്രതീകവും പിന്നെ 2 കൈകളിൽ അഭയവര മുദ്രകളും ധരിച്ചിരിക്കുന്നു ഭഗവാൻ ശ്രീ സ്വച്ഛന്ദ ഭൈരവൻ. ഖഡ്ഗഖേടകധാരിണം പാശാങ്കുശധരം ദേവം ശരഹസ്തം പിനാകിനം വരദാഭയഹസ്തം ച മുണ്ഡഖട്വാംഗധാരിണം വീണാഡമരുഹസ്തം ച ഘണ്ടാഹസ്തം ത്രിശൂലിനം വജ്രദണ്ഡകൃതാടോപം പരശ്വായുധഹസ്തകം മുദ്ഗരേണ വിചിത്രേണ വർത്തുലേന വിരാജിതം. ഈ ആയുധങ്ങളുടെ സൂക്ഷ്മാർത്ഥ വിവരണമാണ് ഇനി വരുന്നത്. ഈ ആയുധങ്ങളെ ധ്യാനിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയോജനമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഖഡ്ഗേന ജ്ഞാനശക്തിയാത്മന പാശച്ഛേദനം ഖേടകേന ക്രിയാശക്തിരൂപേണ ഭക്താനാം സംസാരത്രാസ പരിഹരണം. ഖഡ്ഗം അതായത് വാള് വെട്ടാനുള്ളതാണ്. ഇവിടെ ഭഗവാന്റെ ഖഡ്ഗം പ്രതിനിധീകരിക്കുന്നത് ജ്ഞാനശക്തിയെയാണ്. ആ ഖഡ്ഗത്തെ ധ്യാനിക്കുമ്പോൾ അജ്ഞാനമാകുന്ന പാശം, കയറ് മുറിക്കപ്പെടുന്നു. ഖേടകം അതായത് പരിച ചെറുത്ത് നിൽക്കാനുള്ളതാണ്, തടയാനുള്ളതാണ്. ഭഗവാന്റെ കയ്യിലുള്ള ഖേടകം ക്രിയാശക്തി സ്വരൂപമാണ്. ആധ്യാത്മികവും ആദി ഭൗതികവും ആദി ദൈവികവുമായ 3 തരത്തിലുള്ള സംസാര താപങ്ങളെ തടയുന്നു ഭഗവാന്റെ കയ്യിലുള്ള പരിച ധ്യാനിക്കപ്പെടുമ്പോൾ. പാശേന വിശ്വബന്ധനേന സ്വാതന്ത്ര്യം അങ്കുശേന തദാകർഷണം. ബന്ധനത്തിലുള്ളതാണ് പാശം, അതായത് കയറ്. ഇവിടെ ഭഗവാന്റെ കയ്യിലുള്ള പാശം ധ്യാനിക്കപ്പെടുമ്പോൾ സംസാരമാകുന്ന ബന്ധനത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. കൊളുത്തിപ്പിടിച്ച് വലിക്കാനുള്ളതാണ് അങ്കുശം, അതായത് തോട്ടി. പാശവിമുക്തരായവരെ ഭഗവത് സ്വാതന്ത്ര്യത്തിന്റെ അനുഭൂതിയിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്നതിനെയാണ് ഭഗവാന്റെ കയ്യിലുള്ള അങ്കുശം ദ്യോതിപ്പിക്കുന്നത്. മോചനം മോക്ഷമാണ്. അതായത് ശ്രീ പരമേശ്വരന്റെ തന്നെ സ്വാതന്ത്ര്യ ശക്തിയുടെ അനുഭൂതി പ്രാപിക്കൽ തന്നെയാണ് ആത്യന്തികമായ മോക്ഷം. കർമ്മബന്ധങ്ങൾ മുറിയുന്നത് കൊണ്ടുള്ള മോചനമാണ് പാശധ്യാനം,
പ്രദാനം ചെയ്യുന്നതെങ്കിൽ ഭഗവാനുമായുള്ള ഐക്യത്തിലേക്ക്, ആത്യന്തികമായ മോക്ഷത്തിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നതിനെയാണ് അങ്കുശധ്യാനം സാധിച്ചു തരുന്നത്. അത് കഴിഞ്ഞാൽ അമ്പും വില്ലും. ശരപിനാകാഭ്യാം കാരണഗ്രന്ഥിമാലാഭേദനം. കാരണവും കാര്യവും ഛേദിക്കുന്നു ഭഗവാൻ ധരിച്ചിരിക്കുന്ന അമ്പും വില്ലും. കർമ്മം കാരണവും കർമ്മഫലം കാര്യവുമാണ്. ഇത് തന്നെയാണ് ജനന മരണ ശൃംഖലയെ ഉണ്ടാക്കുന്നത്. ഭഗവാൻ പിടിച്ചിരിക്കുന്ന പിനാകം എന്ന അമ്പും ശരവും ധ്യാനിക്കപ്പെടുമ്പോൾ ഈ കാരണകാര്യ ശൃംഖല ഖണ്ഡിക്കപ്പെടുന്നു. വരദാഭയഹസ്തത്വേന ഭോഗമോക്ഷപ്രദത്വം. ഭഗവാൻ പ്രദർശിപ്പിക്കുന്ന വരദ അഭയമുദ്രകൾ ജീവിതത്തിന് വേണ്ട ഭോഗവും ജീവിതാനന്തരം പ്രാപിക്കേണ്ട മോക്ഷവും വാഗ്ദാനം ചെയ്യുന്നു. മുണ്ടധാരണേന അഖ്യാത്യാത്മക മായാമുണ്ട അപഹർത്തൃത്വം. അഖ്യാതി എന്ന് വെച്ചാൽ എന്താണ്? ഖ്യാതിയില്ലാത്തത്. ഖ്യാതിയില്ലാത്തത് അഖ്യാതി, അതായത് ദുഷ്കീർത്തി. അഖ്യാത്യാത്മക മായാമുണ്ടം, കുപ്രസിദ്ധിയാർജിച്ച അപകടകാരിയായ മായയുടെ ശിരസ്സിനെ മുറിക്കാൻ, അതായത് അശേഷം മായയെ നശിപ്പിക്കാൻ ഉതകുന്നതാണ് ഭഗവാന്റെ കയ്യിലുള്ള കപാലത്തെ ധ്യാനിക്കുന്നത്. അനാശ്രിതാന്തസ്യ വിശ്വസ്യ അസ്ഥി കരംഗസ്ഥാനീയസ്യ സ്വജിത് ഭിത്തിലഗ്നത്വം ഖട്വാംഗധാരണേന. ഒരറ്റത്ത് തലയോട്ടി പിടിപ്പിച്ചിട്ടുള്ള ഒരു വടിയാണ് ഖട്വാംഗം. വിശ്വത്തെ താങ്ങിയിരിക്കുന്നത് ചിത്ത് ആകുന്ന ഭിത്തിയാണ് എന്നത് ആ വടി ദ്യോതിപ്പിക്കുന്നു. അതായത് തലയോട്ടി പോലെ അസാരമായ വിശ്വം ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ചിത്താകുന്ന ദണ്ഡിലാണ് എന്ന സാരം. ഈ സത്യം ഉദ്ബോധിപ്പിക്കുന്നതാണ് ഖട്വാംഗ ധ്യാനം. വീണ ഡമരു ഖണ്ഡാഭിർ മന്ത്ര താര മധ്യധ്വനി വൈചിത്ര്യാശ്രയനാത് ആവമർശ നിഭാലനാവഹിത ശക്തിത്വം. വീണ, ഡമരു, മണി ഈ മൂന്നും യഥാക്രമം മന്ദധ്വനി, ഉച്ചധ്വനി, മധ്യധ്വനി എന്നിങ്ങനെ ധ്വനി വൈചിത്ര്യമുണ്ടാക്കുന്ന വാദ്യോപകരണങ്ങളാണ്. ഭഗവാൻ ധരിച്ചിരിക്കുന്ന ഈ മൂന്നിൻ്റെയും ധ്യാനം അന്തരംഗത്തിൽ നാദസ്വരൂപത്തിലുള്ള വിമർശശക്തിയുടെ അഥവാ നാദകുണ്ടലിനിയുടെ പ്രവേശനം പ്രാപ്തമാവാനും അത് അനുഭൂതിയിൽ കൂടി അറിയാനും സാധിച്ചു കൊടുക്കുന്നു. അടുത്തത് ത്രിശൂലമാണ്. ഇച്ഛാജ്ഞാനക്രിയായോഗി സ്വാതന്ത്ര്യശക്തി ദണ്ഡേന ത്രിശൂലേന പാശത്രയ ശാതനം. ഭഗവാന്റെ ത്രിശൂലത്തിൻ്റെ 3 കൂർത്ത മുനകളും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളെ കുറിക്കുന്നു. ഈ മൂന്നിനെയും കൂട്ടി നിർത്തുന്ന ദണ്ഡ് സ്വാതന്ത്ര്യശക്തിയുമാണ്. ത്രിശൂലധ്യാനം പാശത്രയത്തെ പിളർന്ന് ഛേദിക്കുന്നു. വജ്രേണ ഊർധ്വസ്ഥിത ഇച്ഛാദിശക്തിത്രയേണ അധസ്ഥിതൈഷണീയാദിത്രയേണ ച അശേഷ വിശ്വാത്മക നിജശക്തിത്വം. രണ്ടറ്റത്തും കൂർത്ത 3 മുനകളും നടുവില് പിടിക്കാനുള്ള പിടിയുമായിട്ടുള്ളതാണ് വജ്രായുധം. ലൗകികമായ ഇച്ഛാജ്ഞാനം ക്രിയ എന്നത് ഒരു വശത്തും അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഏഷണാത്രയവും ആണ് 2 വശത്തുമുള്ള കൂർത്ത മുനകൾ. മധ്യത്തിൽ രണ്ടിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന പിടി ജീവനാണ്. ഭഗവാന്റെ വജ്രായുധ ധ്യാനം കൊണ്ട് ജീവന്റെ നിയന്ത്രണം ഭഗവാന്റെ കയ്യിലാണ് എന്ന തിരിച്ചറിവ് സാധ്യമായി 2 വശത്തുമുള്ള ഈ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യപ്പെടുന്നു എന്നതാണ് ഇവിടെ സൂക്ഷ്മാർത്ഥമായി മനസ്സിലാക്കേണ്ടത്. എന്താണ് ഏഷണാത്രയം? ധർമ്മ അർത്ഥ കാമങ്ങളിൽ 3ാമത്തെ പുരുഷാർത്ഥമായ കാമത്തിൻ്റെ 3 വിഭാഗങ്ങളാണ് ഈ ഏഷണാത്രയം. ഏഷണ എന്ന് വെച്ചാൽ ആഗ്രഹം, പുത്രൈഷണ, വിത്തൈഷണ, ലോകൈഷണ. അതായത് സന്താനങ്ങളോടുള്ള ഇച്ഛ, ധനത്തിനോടുള്ള ഇച്ഛ, അധികാരത്തിനോടുള്ള ഇച്ഛ. ഇതാണ് ഏഷണാത്രയമെന്ന് പറയപ്പെടുന്നത്. പിന്നെ ദണ്ഡേന നിയതിശക്തിയാത്മന വിശ്വനിയമനം. നിയതിശക്തിയുടെ പ്രതീകമാണ് ദണ്ഡം. കയ്യിൽ പിടിച്ചിരിക്കുന്ന ദണ്ഡ്. ആ
ദണ്ഡധ്യാനത്തിൽ കൂടി വിശ്വത്തിൻ്റെ നിയന്ത്രണം സ്വാഭാവികമാകുന്നു. പരശുന ഹലാകൃതിന നാദശക്തിയാത്മന മുദ്ഗരേണ ബിന്ദുശക്തിരൂപേണ അശേഷ ഭേദവിതാരണ ചൂർണീകരണം. അവസാനത്തെ 2 ആയുധങ്ങൾ 17ാമത്തെ കയ്യിലും 18ാമത്തെ കയ്യിലും ധരിച്ചിരിക്കുന്ന ആയുധങ്ങളാണ് പരശു, അതായത് കോടാലിയും, മുദ്ഗരം എന്ന് പറയുന്ന കൊട്ടുവടിയും. കൂടുതൽ മർമ്മപ്രധാനമായ തത്വമാണ് ഈ രണ്ടിൻ്റെയും ധ്യാനസിദ്ധിയായി പറഞ്ഞിരിക്കുന്നത്. പരശുധ്യാനം കൊണ്ട് ഹലത്തിൻ്റെ, അതായത് കലപ്പയുടെ ആകൃതിയിലുള്ള നാദാന്തശക്തിയാലും, മുദ്ഗരധ്യാനം കൊണ്ട് മുദ്ഗരേണ വർത്തുലേന വർത്തുളാകൃതിയിൽ വട്ടത്തിൽ ഉള്ള ബിന്ദുവാലും ബിന്ദുശക്തിയാലും സകല മായാഭേദങ്ങളും വിതാരണം ചെയ്യപ്പെട്ട് പിളർക്കപ്പെട്ട് പൊടിയാക്കപ്പെടുന്നു. ബിന്ദു, അർദ്ധചന്ദ്രം, രോദിനി, നാദം, നാദാന്തം, ശക്തി, വ്യാപിക, സമന, ഉന്മനി എന്നീ നവനാദശക്തികളും ഓരോ ചിഹ്നങ്ങളിൽ അടയാളപ്പെടുത്തുന്ന പതിവുണ്ട്. അതിൽ കലപ്പയുടെ രൂപത്തിലുള്ളത് നാദാന്തമാണ്. ഈ 2 ആയുധങ്ങളുടെയും ധ്യാനം ഹംസസ്വച്ഛന്തം എന്ന് പറയപ്പെടുന്ന നിഷ്കള പരഭട്ടാരക അവസ്ഥയിലേക്ക് സാധകന് പ്രവേശിക്കാനുള്ള യോഗരീതിയിൽ ഉള്ളതാണ്. ദശധാ യോഗമാർഗേണ ഹംസസ്വച്ഛന്തം അഭ്യസേത് മന്ത്രം ബിന്ദുമതീതം തു നാദാന്തം ജ്യോതിരാകൃതിം എന്ന സ്വച്ഛന്തതന്ത്രത്തിലെ 8ാമത്തെ പടലത്തിലെ 293ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാഡിശുദ്ധി, പ്രാണശക്തി നിയന്ത്രണം എന്നിവ സാധ്യമാകുന്ന സ്വപ്രകാശ ചിദാനന്ദ ഘനം ആയ ഹംസസ്വച്ഛന്ത ധ്യാനരീതി ശ്രീ ക്ഷേമരാജാചാര്യർ വിശദീകരിക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ശ്രീ സ്വച്ഛന്ത ഭൈരവമൂർത്തിയുടെ 18 കൈകളിലും ധരിച്ചിരിക്കുന്ന 18 ആയുധങ്ങളുടെ പുറകിലുള്ള സൂക്ഷ്മാർത്ഥങ്ങളും ആ ആയുധങ്ങൾ ധ്യാനിക്കുന്നത് കൊണ്ട് സിദ്ധിക്കുന്ന ഫലങ്ങളും വിശദീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ സ്വച്ഛന്ത ഭൈരവൻ ഉടുത്തിരിക്കുന്ന 2 വസ്ത്രങ്ങളുടെയും കൂടി സൂക്ഷ്മതത്വ വിവരണം പറയാണ്. സിംഹചർമ്മ പരീധാനം ഗജചർമ്മോത്തരീയകം അഷ്ടാദശഭുജം ദേവം നീലകണ്ഠം സുതേജസം. സിംഹചർമ്മ പരീധാനം, പുലിത്തോലല്ല, സിംഹത്തിൻ്റെ തോലാണ് സ്വച്ഛന്ത ഭൈരവ ഭഗവാൻ അരയിൽ ഉടുത്തിരിക്കുന്നത്. സിംഹോ വിദ്യേശ്വര സദാശിവ ശക്തി ശിവാത്മക പഞ്ചാനനശ്ചിത് സ്ഫാരഃ തസ്യ ചർമ്മചരിതം. പഞ്ച ആനനൻ എന്നറിയപ്പെടുന്ന സിംഹം, ശുദ്ധ അധ്വ എന്നറിയപ്പെടുന്ന ആദ്യത്തെ 5 സൃഷ്ടിതത്വങ്ങളുടെ പ്രതീകമാണ്. ശിവ, ശക്തി, സദാശിവ, ഈശ്വര, ശുദ്ധവിദ്യ എന്നീ 5 ശുദ്ധതത്വങ്ങളുടെ അഭേദമായ അദ്വയ ഭൈരവ സ്വരൂപത്തിനെ ചുറ്റിയിരിക്കുന്ന ചിത് സ്വരൂപമായ ഈ 5 ശുദ്ധതത്വങ്ങളെയാണ് ഭഗവാൻ അരയിൽ ചുറ്റിയിരിക്കുന്ന ഈ സിംഹചർമ്മം കുറിക്കുന്നത്. ഗജചർമ്മോത്തരീയകം, ആനയുടെ തോലാണ് ഉത്തരീയമായി പുതച്ചിരിക്കുന്നത്. ഗജസ്യ ച വിതതസ്യ മായാത്മന ഉക്തസ്വരൂപ സിംഹ നിർഭേദ്യ അസ്യ ചർമ്മചരിതം വിലസിതം സ്വസ്വരൂപ സംലഗ്നത്വാത് പരിധാനം ബോധഭേദാത്മക സ്വസ്വരൂപോപരി പരിവർത്തമാനം യസ്യ. വലിയ രൂപമുള്ള മൃഗമാണ് ആന. ആന ഇവിടെ ബൃഹത്തായ മായാസ്വരൂപത്തെ കുറിക്കുന്നു. ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന മായയെ ഭഗവാൻ സ്വയം തൻ്റെ മേലെ ആവരണം ചെയ്തിരിക്കുകയാണ്. മായ എന്ന് പറയുമ്പോൾ മായാതത്വം മുതൽക്കുള്ള 31 അശുദ്ധ തത്വങ്ങളെയാണ് കുറിക്കുന്നത് എന്നതും കൂടി മനസ്സിലാക്കണം. മാത്രമല്ല, ആനയെ വെല്ലുന്ന കരുത്തുള്ളതാണ് സിംഹം. മായാത്മബോധ ഭേദാത്മക സ്വസ്വരൂപം, അതായത് സ്വസ്വരൂപമായ ചിത് സ്വരൂപം മായാസ്വരൂപത്തെ കീഴ്പ്പെടുത്താൻ കഴിവുള്ളതാണ്. ആ ചിത് സ്വരൂപവും ഭഗവാന്റെ പരിധാനം എന്ന് വെച്ചാൽ വസ്ത്രമാണ് സിംഹചർമ്മമായിട്ട്. ഇതാണ് ഈ 2 പരിധാനങ്ങളും, അതായത് ഭഗവാന്റെ 2 തരം വസ്ത്രങ്ങളും സൂചിപ്പിക്കുന്ന തത്വം. പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെ ആകെ മായ ആവരണം ചെയ്തിരിക്കുകയാണല്ലോ, അല്ലേ? അതുകൊണ്ട്
പ്രപഞ്ചം തൻ്റെ ശരീരമായി സ്വീകരിച്ചിരിക്കുന്ന ശ്രീ സ്വച്ഛന്ദ ഭൈരവൻ സ്വയം മായയാകുന്ന ആനത്തോലുകൊണ്ട് പുതച്ചിരിക്കുകയാണെങ്കിലും ഉള്ളിലുള്ള ആ ജഗത് സ്വരൂപം കേവല ചിത് സ്വരൂപം തന്നെയാണ് എന്ന അഖണ്ഡബോധം സാധകനിൽ ഉണ്ടാക്കിക്കൊടുക്കുന്നു ഈ ഗജചർമ്മത്തിൻ്റെ ധ്യാനം. അഷ്ടാദശഭുജം ദേവം നീലകണ്ഠം സുതേജസം, ഇങ്ങനെ 18 തൃക്കൈകളോടുകൂടി ദേവനും നീലകണ്ഠനും സുതേജസ്സും ആയ ഭഗവാൻ ശ്രീ സ്വച്ഛന്ദ ഭൈരവൻ ശോഭിക്കുന്നു. ദേവം ക്രീഡാതിശീലം, നീലകണ്ഠം അകൃത്യാത്മക മഹാവിഷഹരം, സുതേജസം ചിദാനന്ദഘനം എന്നാണ് ഈ 3 വിശേഷണങ്ങൾക്കും അർത്ഥം പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതലായ പഞ്ചകൃത്യങ്ങളിൽ ക്രീഡിക്കുന്നത് കൊണ്ട് ദേവൻ എന്നും, അപകീർത്തികരമായ അഥവാ അജ്ഞാനസ്വരൂപമായ മായയാകുന്ന മഹാവിഷത്തെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഉന്മൂലനം ചെയ്യുന്നത് കൊണ്ട് നീലകണ്ഠൻ എന്നും, കേവല ചിദാനന്ദ ഘനം മാത്രമായതുകൊണ്ട് സുതേജസ് എന്നും ശ്രീ മഹാഭൈരവൻ അറിയപ്പെടുന്നു. സാകാരധ്യാന രൂപത്തിൻ്റെ ഏറ്റവും ഒടുവിൽ കൊടുത്തിട്ടുള്ള ഒരൊറ്റ നാമം സുതേജസ് എന്ന നാമം തന്നെയാണ് ഈ സകല സ്ഥൂല രൂപങ്ങളുടെയും സൂക്ഷ്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വച്ഛന്ദതന്ത്രം 2-ാം പടലത്തിലെ 96-ാം ശ്ലോകം വരെ ഇങ്ങനെ വിവരിച്ച പ്രകാരം ശ്രീ സ്വച്ഛന്ദ ഭൈരവമൂർത്തിയുടെ സർവാംഗ സമ്പൂർണ്ണ ധ്യാനോക്ത രൂപം സവിസ്താരം വിശദീകരിച്ചതിന് ശേഷം സ്വച്ഛന്ദ ഭൈരവം ദേവം സർവകാമ ഫലപ്രദം ധ്യായതേ യസ്തു യുക്താത്മാ ക്ഷിപ്രം സിദ്ധ്യതി മാനവഃ. അതായത് ഇഹപര ശ്രേയസ്സുകളെ പ്രദാനം ചെയ്യുന്ന ശ്രീ സ്വച്ഛന്ദ ഭൈരവ സ്വാമിയെ യോഗയുക്ത ഭാവത്തോടുകൂടി എന്ന് വെച്ചാൽ സർവാത്മനാ സമർപ്പിത ഭാവത്തോടുകൂടി ഉപാസിക്കുന്നവർക്ക് ഉടൻ സിദ്ധി, അതായത് ഭുക്തിമുക്തിയാകുന്ന സിദ്ധി, ഇകത്തിലേക്ക് വേണ്ട ഐശ്വര്യസ്വരൂപമായ ഭോഗവും പരത്തിനെ സംബന്ധിച്ച മോക്ഷവും സംപ്രാപ്തമാകുന്നു എന്ന് ഭഗവാന്റെ അനുഗ്രഹശക്തിയുടെ മഹാപ്രഭാവം പ്രഖ്യാപിച്ച് അതിനുശേഷം ന്യാസങ്ങളും ആവാഹനം മുദ്ര മുതലായവയും ഉൾക്കൊണ്ടിട്ടുള്ള അന്തർയാഗ ഉപാസനാക്രമ വിവരണത്തിലേക്ക് നീങ്ങാണ് സ്വച്ഛന്ദതന്ത്രത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. അതിലേക്ക് തൽക്കാലം നമ്മൾ കടക്കുന്നില്ല. 15 പടലങ്ങളിലായി 3700 ശ്ലോകങ്ങളാണ് സ്വച്ഛന്ദതന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ പ്രാചീന കാലത്ത് അതിബൃഹത്തായ ഒരു ശാസ്ത്രമായിരുന്നു ഇത് എന്നും അതിൻ്റെ സംഗ്രഹരൂപമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. സ്വച്ഛന്ദതന്ത്രത്തിൻ്റെ തുടക്കത്തിൽ അല്പായുഷോ അല്പവിത്താശ്ച അല്പസത്വാശ്ച ശങ്കര തദർത്ഥം സംഗ്രഹം തസ്യ സ്വൽപശാസ്ത്രാർത്ഥ വിസ്തരം ഭുക്തിമുക്തി പ്രദാതാരം കഥയസ്വ പ്രസാദതഃ. അതായത് ആയുസ്, ജ്ഞാനം, സദ്ഗുണം, ഊർജം, സാഹസം ഇവയെല്ലാം അല്പമായിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവർക്ക് ഭുക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നതായ ഈ സ്വച്ഛന്ദതന്ത്രത്തെ സംഗ്രഹശാസ്ത്രമായി ചുരുക്കി പറഞ്ഞ് അനുഗ്രഹിച്ചാലും എന്ന് ദേവി ഭഗവാനോട് ആവശ്യപ്പെടുന്നുണ്ട്. കാശ്മീരിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ശ്രീ സ്വച്ഛന്ദ ഭൈരവ രൂപചിത്രങ്ങളിൽ മറ്റൊരു പ്രത്യേകത കൂടി കാണുന്നുണ്ട്. ഭഗവാന്റെ 2 പാദങ്ങളും താഴെ നിന്ന് താങ്ങുന്ന ശിവരൂപമായിട്ട് തന്നെയുള്ള അനന്തഭട്ടാരകൻ എന്ന ഒരു ദേവന്റെ രൂപത്തോടും കൂടിയാണ് ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. സ്വച്ഛന്ദ ഭൈരവമൂർത്തിയുടെ ഇരിപ്പിടം, അതായത് ആസനമന്ത്രത്തിൻ്റെ ദേവതയാണ് ഈ അനന്തഭട്ടാരകൻ. മറ്റു ചില പ്രാചീന ചിത്രങ്ങളിൽ സ്വച്ഛന്ദ ഭൈരവന്റെ ശക്തി ആയ ദേവി അഘോരേശ്വരിയുടെ രൂപം കൂടി ചേർത്തിട്ടുണ്ട്. സ്വച്ഛന്ദ ഭൈരവ മന്ത്രത്തിൻ്റെ മന്ത്രദേവതാശക്തിയാണ് ശ്രീ അഘോരേശ്വരി. തൻ്റെ ആ ശക്തിയെ ആലിംഗനം ചെയ്തിരിക്കുന്ന രീതിയിലാണ് വേറെയും ചില ചിത്രങ്ങളിൽ കാണുന്നത്. താഴെ കിടക്കുന്ന അനന്തഭട്ടാരകന്റെ മുകളിൽ ഇരിക്കുന്ന ഭൈരവീ സമേതനായ ഭൈരവനുമായിട്ടും
ചില ചിത്രങ്ങൾ കാണുന്നുണ്ട്. യാദൃശം ഭൈരവം രൂപം ഭൈരവ്യാസ് താതൃകേവഹി എന്ന പ്രമാണമനുസരിച്ച് ഇനിയും വേറെ ചില ചിത്രങ്ങളിൽ ശ്രീ സ്വച്ഛന്ദ ഭൈരവന്റെ അതേ രൂപഘടനയിൽ തന്നെയുള്ള ശ്രീ സ്വച്ഛന്ദ ഭൈരവിയായിട്ട് ശ്രീ അഘോരേശ്വരിയുടെ ചിത്രവും ചേർത്തിട്ടുമുണ്ട്. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഗൂഗിൾ ഇമേജസിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ്. അനന്ത ഭട്ടാരകൻ സ്വച്ഛന്ദ ഭൈരവ ആസനമന്ത്രത്തിന്റെ ദേവതയാണ് എന്ന് പറഞ്ഞു. ആസനമന്ത്രത്തിന് അനന്താസനം എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ത്രയോദശം ബിന്ദുയുക്തം അനന്താസനമുത്തമം അനേന യോജയേത് സർവം സോമസൂര്യാഗ്നി മധ്യകം. സ്വരങ്ങളിലെ ത്രയോദശാക്ഷരം, അതായത് 13ാമത്തെ സ്വരാക്ഷരം ഓ ആണ്. ഇത് ബിന്ദുവുമായി ചേരുമ്പോൾ ഓംകാരം. അതിനെയാണ് സ്വച്ഛന്ദ ഭൈരവനെ സംബന്ധിച്ച് നാദയോഗ സാധനയിൽ അനന്താസനം എന്ന് പറയുന്നത്. താന്ത്രിക യോഗ സിദ്ധന്മാർ അനുഷ്ഠിക്കുന്നതായി അറിയപ്പെടുന്ന ഷഡാധാരങ്ങളും കുണ്ടലിനി ഉത്ഥാപനവും സംബന്ധിച്ച യോഗ സാധനയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ നാദയോഗ സാധന എന്ന് തോന്നുന്നുണ്ട്. ഈ അനന്താസനം ശരീരത്തിൽ 3 സ്ഥാനങ്ങളിലാണ്, 3 ധാമങ്ങളിലായിട്ടാണ് ഉള്ളത് എന്ന് ശ്രീ ക്ഷേമരാജാചാര്യർ പറയുന്നു. ഏതത് സമ്പ്രതി ഈശ്വരേണ ആസനവാചിത്വേന നിയുക്തത്വാത് അധസ്ഥ അനന്ത മൂലവിദ്യേശാന്ത മധ്യവ്യാപിനീപതസ്ഥ അനന്തപര്യന്ത ആസനരൂപം ഇത്യർത്ഥഃ. സർവാധ്വോർധ്വവർത്തിനോ അനന്തഭട്ടാരകസ്യൈവ ധരാധര അനന്തരൂപാ പ്രപഞ്ചവ്യാപ്തി ഇതി ഭവിഷ്യതി. തദ്വ്യാപിനീപതസ്ഥാനപര്യന്ത ഇഹൈവാസനവ്യാപ്തി. അത ആഹ ഉത്തമമിതി അതിശയേന ഉദ്ഗതം സർവാധ്വമൂർധസ്ഥം ഇത്യർത്ഥഃ. അതായത് അധോധാമം, മധ്യധാമം, ഉത്തമധാമം എന്നീ 3 ധാമങ്ങളിലായിട്ടാണ് അനന്താസനം എന്ന് പറയുന്ന അനന്തേശ്വരന്റെ സ്ഥാനം, ഓംകാരസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഈ 3ഉമുള്ളത് ശുദ്ധ അധ്വ ക്ഷേത്രത്തിലാണ്. ശുദ്ധ അധ്വ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കിയതാണ്. ഓംകാരം കഴിഞ്ഞുള്ള അതിസൂക്ഷ്മമായ ബിന്ദു മുതൽ ഉന്മനി വരെയുള്ള 9 നാദസ്ഥാനങ്ങളിൽ ഈ നാദസ്ഥാനങ്ങൾ അഥവാ നവനാദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ബിന്ദു, അർദ്ധചന്ദ്രം, രോധിനി, ഇതിന് നിരോധിക എന്ന് മറ്റൊരു പേരുണ്ട്. നാദം, നാദാന്തം, ശക്തി, വ്യാപിനി, സമന, ഉന്മനി എന്നീ 9 സ്ഥാനങ്ങളിൽ നിരോധിക വരെയുള്ളതാണ് അധോധാമം അഥവാ അധസ്ഥ അനന്താസനം. അത് കഴിഞ്ഞ് നാദം, നാദാന്തം, ശക്തി എന്നീ 3നും മുകളിലുള്ള വ്യാപിനിയാണ് മധ്യധാമം അഥവാ മധ്യ അനന്താസനം. സമന, ഉന്മനി കഴിഞ്ഞ് സഹസ്രതള പത്മത്തിനും മുകളിലാണ് ഉത്തമധാമം അഥവാ ഉത്തമ അനന്താസനം. അവിടെയാണ് ഭഗവാൻ സ്വച്ഛന്ദ ഭൈരവന്റെ തൃപ്പാദങ്ങൾ ന്യസ്തമായിരിക്കുന്നത്. ഈ 3 ആസനങ്ങളുടെയും മന്ത്രമാകുന്ന ഓംകാരത്തിൻ്റെ, അതായത് ത്രയോദശാക്ഷരവും ബിന്ദു മുതൽ ഉന്മനി വരെയുള്ള 9 നാദങ്ങളും അടങ്ങിയ പ്രണവമാകുന്ന അനന്താസന മന്ത്രത്തിൻ്റെ മഹത്വം കാരണമാണ് ആ മന്ത്രത്തിൻ്റെ ദേവതയായി സ്വച്ഛന്ദതന്ത്രം പറഞ്ഞിരിക്കുന്ന അനന്തേശ്വരനെയും കൂടി ചിത്രരൂപത്തിൽ ഒരുപക്ഷെ പഴയ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ആലേഖനം ചെയ്യുന്ന രീതി ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിശയേന ഉദ്ഗതം സർവ അധ്വമൂർധസ്ഥം. അതിരഹസ്യമായ ഭൈരവ സാധനയിൽ സാധകൻ ഓംകാരനാദം ഉച്ചരിച്ചുകൊണ്ട് അതിസൂക്ഷ്മമായ ഈ 3 ധാമവും കടന്ന് മുകളിലെത്തുക എന്നതൊക്കെ അതികഠിനമായ, അതീന്ദ്രിയമായ, സർവാതിശായിയായ നാദയോഗ സാധനയാണ് എന്നതിൽ സംശയം തോന്നുന്നില്ല. ഒരു ഉത്തമ യോഗസിദ്ധനായ ഗുരുവിൽ നിന്നും പരമയോഗ്യനായ ഒരു സാധകന് ലഭിക്കേണ്ട അഭ്യാസ രീതി കൂടിയാണ് ഇതെല്ലാം എന്ന് പ്രത്യേകം പറയേണ്ടതുമില്ലല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സ്വച്ഛന്ദ തന്ത്രത്തിൽ പ്രധാനമായും ആദ്യത്തെ 2 പടലത്തിൽ മാത്രം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളും അതിന് ശ്രീ ക്ഷേമരാജാചാര്യരുടെ വിശദീകരണവും
ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ച് ദീർഘമായി പോയി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.